നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഒപ്റ്റിക്കൽ ഷോറൂം ജെസൽ ഒപ്റ്റിക്കൽസ്. ജെസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. കല്ലുച്ചിറ നിവാസികൾ സമരപ്രഖ്യാപനം നടത്തി. പള്ളുരുത്തി നമ്പ്യാപുരം കല്ലുച്ചിറ നിവാസികൾ കാലങ്ങളായി കല്ലുച്ചിറ റോഡ് എന്നറിയപ്പെടുന്ന റോഡിന്റെ പേര് മാറ്റിയതിനെതിരെ സമരപ്രഖ്യാപനം നടത്തി. 2.5 വർഷത്തോളമായി പരിസരവാസികൾ ഈ വിഷയം മുൻനിർത്തി സമരപോരാട്ടത്തിലാണ്. പ്രദേശവാസികൾ എല്ലാവരുടെയും വീട്ടുപേര് കല്ലുച്ചിറ എന്നോ അല്ലെങ്കിൽ വീട്ടഡ്രസിന്റെ കൂടെ കല്ലുച്ചിറ എന്നോ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. എന്നാൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കുറച്ചുപേരുടെ ഒത്താശയോടെ ഈ റോഡിന്റെ പേര് മാറ്റിയതായാണ് ആക്ഷേപം. പ്രദേശവാസികൾ ഇതിനെതിരെ സമരരംഗത്ത് വരികയും ചെയ്തു. നഗരസഭാ അധികൃതരും ചില രാഷ്ട്രീയ നേതാക്കളും റോഡിന്റെ പേര് മാറ്റുന്നതിൽ ഒത്താശ ചെയ്യുന്നതായി നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. ഇക്കാര്യം ചൂണ്ടിക്കാണിച്ച് നാട്ടുകാർ കോടതിയെ സമീപിച്ചു. അനുകൂല സ്ഥിതിയും സമ്പാദിച്ചുവെങ്കിലും കോർപ്പറേഷൻ കല്ലുച്ചിറ എന്ന പേര് പുനഃസ്ഥാപിക്കാൻ തയ്യാറായിട്ടില്ലെന്നാണ് പരാതി. നമുക്കെല്ലാവർക്കും അറിയാവുന്ന വിഷയങ്ങളാണ്. കഴിഞ്ഞ 2.5 കൊല്ലമായി നമ്മൾ പല സമരമുറകളും അതുപോലെ തന്നെ നിയമപോരാട്ടവും നടത്തി. 2 പ്രാവശ്യം നമുക്ക് ഹൈക്കോടതി അനുകൂലമാക്കി തന്ന ഒരു വിധിയാണ്. ഈ വിധി ഈ കല്ലുച്ചിറ കൂടെ പുനഃസ്ഥാപിക്കണം എന്നാണ്. നാളിതുവരെ ഞങ്ങളെ കൗൺസിലറുടെ പേരിൽ, പാർട്ടിക്കാരുടെ പേരിൽ, അതുപോലെ തന്നെ ഇവിടെ വേണ്ടപ്പെട്ട ഒരുവിധപ്പെട്ട എല്ലാവരുടെയും പേരിൽ ഞങ്ങൾ നടന്നു. ഞങ്ങളുടെ കച്ചവട സ്ഥാപനമായിട്ടും എല്ലാം ഉപയോഗിച്ചിട്ട് നടക്കുന്നു. ഇതുവരെ ഇതിനൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. രചന എന്ന കൗൺസിലർ നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന് പ്രത്യേകിച്ച് നിങ്ങളൊന്നും പറയേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഇത്രയും കള്ളത്തരമുള്ള ഒരു സ്ത്രീ വേറെ ഇല്ല. കാര്യം ഞങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് അവർക്ക് ഒത്താശ ചെയ്ത് ഇത് അവരുടെ പേരിലാക്കാനുള്ള എല്ലാ പ്രവൃത്തികളും രചന ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അതിന്റെ ഇടയ്ക്കാണ് ഞങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുള്ള ഒരു കൊല്ലത്തോളം ഈ രചന എന്ന് പറഞ്ഞ കൗൺസിലർ നമുക്കൊപ്പമല്ല എന്ന് മനസ്സിലായത്. കാരണം ഇന്ത്യ ഇവിടുത്തെ എറണാകുളം ജില്ലയിൽ ഇനി ഒരു കൗൺസിലർക്കും എതിരെ ജോഷി പൈതൃകത്തിൽ നമ്മുടെ അയൽക്കാൻ ഒരു എന്നാൽ മറിച്ച് രചനക്കാണെങ്കിൽ ഇതുവരെയും എന്നാൽ അവൾ ശത്രുവായിട്ട് നമ്മുടെ മുമ്പിൽ കാണിക്കുന്ന ഒരേ ഒരു വ്യക്തി ജോഷിയാണ്. ഈ ജോഷിക്കെതിരെ ഒരു കേസ് കൊടുക്കുകയോ അല്ലെങ്കിൽ ജോഷി കൊടുക്കുകയോ ഇതുവരെ ചെയ്തിട്ടില്ല. നമ്മളെ പറഞ്ഞു പറ്റിച്ചുകൊണ്ട് ഗവൺമെന്റിൽ നിന്നും അച്ചാരം വാങ്ങിയിട്ടാണ് ഈ പരിപാടികളൊക്കെ നമ്മളെ കൊണ്ട് നടത്തിയത്. കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം കിറ്റ് വിതരണം നടത്തി നമ്മളിവിടെ റംസാൻ കിറ്റ് വിതരണം. ആ കിറ്റ് വിതരണത്തിന് ഉദ്ഘാടനം ഒരു ചൊളിപ്പില്ലാതെ അവര് വന്ന് ഉദ്ഘാടനം ചെയ്ത് പോയി. അപ്പോഴും നമ്മുടെ കൂടെയാണ് നമ്മൾ ചിരിച്ചേണ്ട നമുക്കുണ്ടായിരുന്നത്. അത് മാറി ഇപ്പോ നമുക്ക് ഉറപ്പായി നമ്മൾ ഇനി സമരമുറകളായിട്ട് മുന്നോട്ട് പോയാല് ഇങ്ങനെ ഒരു സമരം ഈ ഒരു കല്ലുച്ചിറ പോലും ഇവിടെ സ്ഥാപിക്കാൻ നമുക്ക് പറ്റുള്ളൂ. കാര്യം അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇതിനകത്ത് പലവരും കാലുമായിരുന്നുണ്ട്, പലവരും നമ്മളെ പല രീതിയിലും കാണിച്ചിട്ടുണ്ട്. കൂടെ നിന്ന് എല്ലാം കാണിച്ചിട്ടുണ്ട്. അതെല്ലാം നമുക്ക് ക്ഷമിച്ചുകൊണ്ട് ഈ ഒരു സംരംഭം മുന്നോട്ട് പോകണമെന്നുള്ള ഒരൊറ്റ ഇതുകൊണ്ട് മുന്നോട്ട് പോയാൽ നമുക്ക് ഈ ബോർഡിലൂടെ പുനഃസ്ഥാപിക്കാൻ പറ്റും. ഈ ബോർഡിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ജനങ്ങളുടെ കൂടാതെ നാട്ടുകാരെ പലരെയും കള്ളക്കേസിൽ കുഴിക്കുമെന്നും പ്രതിഷേധക്കാർ ആരോപിക്കുന്നു. കല്ലുച്ചിറ റോഡിന്റെ ബോർഡ് പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രദേശവാസികൾ സമരപ്രഖ്യാപനം നടത്തിയത്. INL എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറി നിയാസ് കരിമുകൾ മുഖ്യ പ്രഭാഷണം നടത്തി. ഇത്തരം പേരുമാറ്റങ്ങൾ വടക്കേ ഇന്ത്യയിലെ നമ്മൾ കണ്ടിട്ടുള്ളൂവെന്നും ജനാധിപത്യപരമായി സമരം ചെയ്ത നാട്ടുകാർക്കെതിരെ കേസെടുത്ത പോലീസും കൊച്ചി നഗരസഭയും ജനങ്ങളുടെ കൂടെ നിന്ന് കോടതി വിധി നടപ്പാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ബോർഡ് സ്ഥാപിച്ചില്ലെങ്കിൽ പ്രക്ഷോഭത്തിലൂടെ സ്ഥാപിക്കേണ്ടി വരുമെന്ന് സമരസമിതി ചെയർമാൻ ഷെഫീഖ് കൊച്ചി പറഞ്ഞു. യോഗത്തിൽ ഷെഫീഖ് കൊച്ചി അധ്യക്ഷത വഹിച്ചു. ഷിനാസ് സ്വാഗതം ആശംസിച്ചു. റംഷാദ് TA, ലുക്മാൻ, നൌഷാദ്, CA നവാസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി.